PFIയുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിൽ കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട ഉത്തരവുണ്ടായിരിക്കുകയാണ്. അഥവാ PFIയുടെ മുൻ നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ ചുമത്തിയ ഒരു ED കേസിലാണ് ഇത്തരമൊരു നടപടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ആ ഒരു കേസ് എന്നുള്ളത് PFI നിരോധനത്തിന് മുമ്പ് രാജ്യത്ത് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിക്കുന്നതിന് മുമ്പ് എടുത്തിട്ടുള്ള ചില EDയുടെ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു കോടതി ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത് ED ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണം നൽകേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട് കോടതിയിൽ സ്വീകരിച്ചു. അഥവാ ED പറഞ്ഞത് PFI എന്നുള്ളത് നിരോധിക്കപ്പെട്ട സംഘടനയാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ എന്നുള്ളത് ഒരു നിരോധിക്കപ്പെട്ട സംഘടനയുടെമായി ബന്ധപ്പെട്ടതാണ്. ആ നിരോധന ഉത്തരവ്, ആ നിരോധന തീരുമാനം ട്രിബ്യൂണൽ അംഗീകരിച്ചിട്ടുള്ളതാണ്. അഥവാ സിറ്റിംഗ് ജഡ്ജിയുടെ മേൽനോട്ടത്തിലുള്ള UAPA ട്രിബ്യൂണൽ അത് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ PFI നിരോധനവുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് ഈ ഒരു കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടതില്ല എന്നും ആണുള്ള ഒരു കാര്യമാണ് ഈ ED ഡൽഹി ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. പക്ഷെ PFIയുമായി ബന്ധപ്പെട്ട അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുള്ള കാര്യം, PFI നിരോധനത്തിന് മുമ്പ് എടുത്തിട്ടുള്ള ED നടപടികളിലാണ് ഇത്തരം ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളത്. അന്ന് രജിസ്റ്റർ ചെയ്ത, അന്ന് നൽകിയ ഹർജിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ED ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. നേരത്തെ PFIയുടെ നിരോധനം നടക്കുന്നത് അതിനുശേഷമാണ്. നമുക്കറിയാവുന്നത് പോലെ തന്നെ PFI നിരോധനത്തിന് മുമ്പ് തന്നെ PFIയുമായി ബന്ധപ്പെട്ട ആളുകളെ അവരുടെ വീടുകളിൽ, അവരുടെ നേതാക്കളുടെ വീടുകളിൽ, അതുപോലെ തന്നെ അവരുടെ സ്ഥാപനങ്ങളിലടക്കം ED റെയ്ഡ് നടന്നിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇത്തരത്തിലുള്ള ഒരു ഹർജി ഹൈക്കോടതിയിൽ എത്തിയിട്ടുള്ളത്. ആ നടപടികളുമായി ബന്ധപ്പെട്ടതാണ് ഈ കേസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ PFI നിരോധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ ബാധകമല്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ED 15 ദിവസത്തിനകം കൃത്യമായിട്ട് ലിഖിതമായ രീതിയിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടുള്ള എഴുത്ത് കോടതിയിൽ നൽകണമെന്നാണ്, അത്തരം ഒരു സത്യവാങ്മൂലം കോടതിയിൽ നൽകണമെന്നാണ് ഡൽഹി ഹൈക്കോടതി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും ED ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറം കോടതി ചില തീരുമാനങ്ങൾ EDയോട് ആവശ്യപ്പെട്ടു എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തിന്റെ വിവിധ കോടതികളിൽ PFI നിരോധനവുമായി ബന്ധപ്പെട്ട, PFI പ്രവർത്തകർക്കെതിരെ ചുമത്തിയിരിക്കുന്ന, PFIയുടെ മുൻ പ്രവർത്തകരും നേതാക്കൾക്കുമെതിരെ ചുമത്തിയിരിക്കുന്ന കേസുകൾ വിവിധ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ഡൽഹി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ ആളുകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും PFIയുമായി ബന്ധപ്പെട്ട അനേകം ആളുകൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും കേസുകളിൽ UAPA അടക്കമുള്ള നിയമങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. അതുകൂടാതെ തന്നെ EDയുമായി ബന്ധപ്പെട്ട കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വലിയ നിയമ പോരാട്ടങ്ങളാണ് രാജ്യത്തിന്റെ കോടതികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം ഡൽഹി ഹൈക്കോടതിയിൽ നടന്നിരിക്കുന്നത്. നമുക്ക് ഈ സംഭവത്തിന്റെ ഈ ഒരു കോടതി തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കാം. സംഘടനക്കെതിരായ EDയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടപടികൾക്കെതിരെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നൽകിയ ഹർജിയിൽ EDയുടെ ലിഖിത മറുപടി തേടി ഡൽഹി ഹൈക്കോടതി. PFI ഹർജിയെ എതിർത്ത EDയോട് 15 ദിവസത്തിനകം മറുപടി ലിഖിത രൂപത്തിൽ സമർപ്പിക്കാനാണ് ജസ്റ്റിസ് നീന ബൻസാൽ കൃഷ്ണ നിർദ്ദേശിച്ചത്. ഹർജി നവംബർ 17 വീണ്ടും പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. PFI നിയമവിരുദ്ധ സംഘടനയാണെന്നും PFIയുടെ ഹർജി സാധുത ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്ര കുമാർ ഉപാധ്യായും ജസ്റ്റിസ് തുഷാർ റാവു ഗഡേലയും അംഗമായ ബെഞ്ച് പരിഗണിച്ചു വരികയാണെന്നും കേന്ദ്രം PFIയെ നിരോധിച്ചിട്ടുള്ളതാണെന്നും ഈ വിധി ഡൽഹി ഹൈക്കോടതി ജഡ്ജി തലവനായ UAPA ട്രൈബ്യൂണൽ ശരിവെച്ചതാണെന്നും ED വാദിച്ചു. പക്ഷേ അതേസമയം PFIക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അദിത് പൂജാരി ഈ ഹർജി 2021 ഫയൽ ചെയ്തതാണെന്നും അന്ന് സംഘടന നിരോധിക്കപ്പെട്ടിരുന്നില്ലെന്നും വാദിച്ചു. PFI ജനറൽ സെക്രട്ടറിക്കും ഏതാനും അംഗങ്ങൾക്കുമെതിരെ ED നോട്ടീസുകൾ നൽകിയ സാഹചര്യത്തിലായിരുന്നു ഹർജിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭീകരവാദത്തിനായി പണം സമാഹരിച്ചുവെന്നായിരുന്നു EDയുമായ ആരോപണമെന്നും
ഇതുമായി ബന്ധപ്പെട്ട് 2018 ED എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തിരുന്നതായും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. 2020 UPയിലെ ഹത്രാസിൽ ദലിത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ സംഭവ സ്ഥലം സന്ദർശിക്കാൻ പോയ PFIയുടെ ഏതാനും പ്രവർത്തകരെയും ഈ ECRൽ പ്രതി ചേർത്തിരുന്നുവെന്നും പൂജാരി ചൂണ്ടിക്കാട്ടി. 2021 ഫയൽ ചെയ്ത ആദ്യ ECIR ആഗോള ECIR ആയതായി കണക്കാക്കിയതെന്നും അദ്ദേഹം വാദിച്ചു. PFIയുടെ നിരവധി പ്രവർത്തകരെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി ED ചോദ്യം ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞാൽ PFI നിരോധനത്തിന് മുമ്പ് നടത്തിയ നടപടികളുടെ ഭാഗമായി, കള്ളപ്പണം വെളുപ്പിക്കൽ നടപടികളുടെ ഭാഗമായി വലിയ നടപടികൾ EDയുടെ ഭാഗത്തു നിന്നും PFIയുടെ മുൻ നേതാക്കൾക്കും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രവർത്തകർക്കും ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഹത്രാസിലടക്കം നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ PFI കള്ളപ്പണം വെളുപ്പിക്കുന്നുവെന്നും രാജ്യവിരുദ്ധ ശക്തികളിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുമെന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ ED ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും അത്തരത്തിലുള്ള നടപടികൾ എടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടുണ്ടായ ചില ED നടപടികളുടെ ഭാഗമായിട്ട് അന്ന് PFIയുമായി ബന്ധപ്പെട്ട ആളുകൾ നൽകിയ ഹർജിയാണ് യഥാർത്ഥത്തിൽ ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചിട്ടുള്ളതും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടത്തിയിട്ടുള്ളതും. ഏതായാലും PFI നിരോധനത്തിന് ശേഷവും ഈ ഹർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് ലിഖിതമായി കോടതിക്ക് എഴുതി നൽകണമെന്നാണ് കൃത്യമായിട്ട് നിലവിൽ ഡൽഹി ഹൈക്കോടതിയുടെ തീരുമാനം വന്നിരിക്കുന്നത്. അഥവാ PFI നിരോധനം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും മുൻ ഹർജികൾ നിലനിൽക്കുന്നതാണ് എന്നും അതുകൊണ്ട് തന്നെ EDക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് രേഖാമൂലം നൽകണമെന്നുള്ള ഒരു കോടതി നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. കേവലം അഡ്വക്കേറ്റ് ഉയർത്തിയ വാദമുഖങ്ങൾ മാത്രം അംഗീകരിച്ചുകൊണ്ടല്ല ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ PFIയുമായി ബന്ധപ്പെട്ട ഈ ഹർജിയിൽ PFIയുമായി ബന്ധപ്പെട്ട അഡ്വക്കേറ്റ്സ് ഉന്നയിച്ച ആവശ്യങ്ങൾ എന്നുള്ളത്, അതായത് അത് PFI നിരോധനത്തിന് മുമ്പ് നടത്തിയ നടപടികളുടെ ഭാഗമായി കള്ളപ്പണം വെളുപ്പിക്കലടക്കമുള്ള PFI ജനറൽ സെക്രട്ടറിയും മറ്റു പ്രവർത്തകർക്കുമെതിരെ എടുത്ത നടപടികൾ, അതുമായി ബന്ധപ്പെട്ട സ്വത്ത് കണ്ടുകെട്ടൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോടതി നടപടി വന്നിരിക്കുന്നത്. ഏതായാലും PFIയുമായി ബന്ധപ്പെട്ട നിരോധനവുമായി ബന്ധപ്പെട്ട കേസുകൾ ഡൽഹി ഹൈക്കോടതിയിൽ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെയാണ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും ഇത്തരം ഒരു തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും PFIയുമായി ബന്ധപ്പെട്ട മറ്റു ഹർജികളും അതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ കോടതികളിൽ തുടരുന്നു എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്.